മക്കളെ, വെൽക്കം ബാക്ക് ടു ദി എജ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പറഞ്ഞ താമസ് ആണ്. യെസ്, അപ്പൊ നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ് എന്ത്? ലെറ്റർ ടു ദ എഡിറ്റർ. എടാ, ഒരു ഫോർമൽ ലെറ്റർ എഴുതാൻ അറിയാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ ലെറ്റർ ടു ദ എഡിറ്റർ ആക്ച്വലി ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. വലിയ ടാസ്ക് ഒന്നുമില്ല. ആ പേരൊരു വലിയ കനം ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ എടാ, നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പറയാനുള്ള എന്തെങ്കിലും കാര്യങ്ങളില്ലേ അത് കമന്റ് ചെയ്യും കൂടെ ചെയ്യുക കേട്ടോ. യെസ്, അങ്ങനെ അപ്പൊ ലെറ്റർ ടു ദ എഡിറ്റർ ഞാൻ പറഞ്ഞല്ലോടാ. ഫോർമൽ ലെറ്റർ നിങ്ങൾക്ക് എഴുതാൻ അറിയാമെന്നുണ്ടെങ്കിൽ അത് ഈസിയാണ്. മിസ്സേ, എന്താണ് ഈ ഫോർമൽ ലെറ്റർ? എടാ, ഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പം നമ്മളൊരു ഓഫീസിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള അതായത് കുറച്ചല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇപ്പൊ ഒരു നിവേദനം എഴുതുന്നതിന് അങ്ങനെയൊക്കെ എഴുതുന്ന ലെറ്റേഴ്സ്, അല്ലെങ്കിൽ ഓഫീസിലായിട്ട് അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലായിട്ട് എഴുതുന്ന ഒരു ലെറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോ കസിൻസിനോ റിലേറ്റീവ്സിനോ ലവേഴ്സിനോ ഒക്കെ എഴുതുന്നതാണ് എന്ത്? നമ്മുടെ ഇൻഫോർമൽ ലെറ്റർ. ഇൻഫോർമൽ ലെറ്റർ നമ്മൾ ഇപ്പം തൽക്കാലം അധികം പ്രചാരത്തിലില്ല. ഇപ്പൊ ശരിക്കും നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റ് നോക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഉള്ള ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ നമ്മൾ ലെറ്റേഴ്സിനെക്കാളും കൂടുതൽ എന്താണ് മെയിൽസ് ആണല്ലേ പോകുന്നത്. സോ എന്തുതന്നെയാണെങ്കിലും ഓഫീസുകളിൽ പോകുന്ന കാര്യത്തിൽ നമ്മൾ ഒരു ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. സോ അതേ ഫോർമാറ്റ് തന്നെയാണ് ഇവിടെ നിങ്ങൾ ലെറ്റർ ടു ദ എഡിറ്ററിൽ ഫോളോ ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ മിസ് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ ഉള്ളത്. എടാ, നിങ്ങൾ ഓർക്കേണ്ടത് ഒന്ന് ഡേറ്റ് ആണ്. എടാ, ലെറ്റർ ഏതായാലും ഡേറ്റ് അത് നിർബന്ധ. സോ അതേപോലെ തന്നെ എന്താണ് ഡേറ്റ്? നമ്മൾ അവിടെ ഒരു കാരണവശാലും മറക്കാതെ എഴുതേണ്ട ഒരു കാര്യമാണ് ഡേറ്റ്. അതിനുശേഷം എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് ഇവിടെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്ത് ചെയ്യാം, നമ്മുടെ സബ്ജക്ട് ലൈനിന്റെ തൊട്ട മുകളിലായിട്ടും എന്ത് ചെയ്യാം, ഡേറ്റ് എഴുതാം. ഏറ്റവും മേലെ തന്നെ ഡേറ്റ് എഴുതണം എന്നൊരു യാതൊരു നിർബന്ധമില്ല. സബ്ജക്ട് ലൈനിന്റെ മുകളിലായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ് എഴുതാം. സോ നോക്കിയടാ, ഡേറ്റ് കൊടുക്കുക. അതിനുശേഷം ദ എഡിറ്റർ. സോ എഡിറ്റർക്കുള്ള ലെറ്റർ ആവുന്ന സമയത്ത് നമുക്ക് അവിടെ വേറെ പ്രത്യേകിച്ച് ഒരു പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്പൊ അങ്ങനെ വേറെ പ്രത്യേകിച്ച് പേരൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ദ എഡിറ്റർ, ആ ഡെസിഗ്നേഷന്റെ മാത്രം ആവശ്യമുള്ളൂ. ദ എഡിറ്റർ എന്നുള്ള ആ ഒരു ഡെസിഗ്നേഷൻ മാത്രം മതി. ആ കത്ത് വഴിമാറി വേറെ ആർക്കും പോവില്ല, അത് എഡിറ്ററിന്റെ അടുത്തേക്ക് തന്നെയാണ് എത്തുക. സോ ദ എഡിറ്റർ. എന്നിട്ട് നിങ്ങൾ വായിക്കുന്ന ഏതെങ്കിലും ഒരു ഡെയിലി അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ അതിന്റെ പേര്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു പേര് കൊടുക്കുക. അതിനുശേഷം സബ്ജക്ട് ലൈൻ ആണ് നെക്സ്റ്റ് നോക്കേണ്ട. എന്താണ്? സബ്ജക്ട് ലൈൻ ആണ്. സബ്ജക്ട് ലൈനിന്റെ അകത്ത് നമ്മളുടെ മെയിൻ ആയിട്ട് നമ്മൾ അഡ്രസ് ചെയ്യുന്ന ഇഷ്യൂ എന്താണോ ആ ഇഷ്യൂവിനെ കുറിച്ച് ജസ്റ്റ് ഒരൊറ്റ ലൈനിൽ എന്തിനെ കുറിച്ചാണോ നമ്മുടെ ലെറ്റർ, അതിന്റെ സബ്ജക്ട് ലൈനിൽ നിങ്ങൾ വേറെ എവിടെയും തപ്പി നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. ഈ എന്ത് ഇഷ്യൂവിനെ കുറിച്ചാണോ നിങ്ങൾ ലെറ്റർ എഴുതുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടാവില്ലേ? സോ അതിനെ തന്നെയാണ് നിങ്ങൾ അവിടെ സബ്ജക്ട് ആയിട്ട് എഴുതേണ്ടത്. അപ്പൊ മനസ്സിലായല്ലോ, സബ്ജക്ട് ലൈൻ ഇനി വേറെ എവിടെയും തപ്പി നടക്കേണ്ട ആവശ്യമില്ല. സബ്ജക്റ്റിന് തൊട്ട ശേഷം താഴെയായിട്ട് നമ്മൾ സാല്യൂട്ടേഷൻ ആണ് കൊടുക്കുക. സാല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അഭിസംബോധന. എടാ, റെസ്പെക്റ്റഡ് സർ എന്നൊക്കെ ആദ്യം എഴുതുമായിരുന്നു. റെസ്പെക്റ്റഡ് എന്നുള്ളത് നോട്ട് മാൻഡേറ്ററി, അത്ര അത്യാവശ്യമുള്ള കാര്യമല്ല. സർ എന്ന് എഴുതി കഴിഞ്ഞാലും അത്രയും മതി, വൃത്തിയുണ്ട്, ഭംഗിയുണ്ട്. സർ എന്ന് മതി. അവിടെ അത് റെസ്പെക്റ്റഡ് സർ എന്നാക്കേണ്ട വലിയ അത്യാവശ്യമൊന്നുമില്ല. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് ആദ്യം എഴുതാൻ പറ്റിയ നല്ലൊരു സെന്റൻസ് ആണ് ഐ ആം എ റെഗുലർ റീഡർ ഓഫ് യുവർ ന്യൂസ് പേപ്പർ. നമ്മളൊരു ന്യൂസ് പേപ്പർ അല്ലേ, ആ ന്യൂസ് പേപ്പറിൽ വരുന്ന വാർത്തകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു കറക്റ്റ് ട്രെൻഡ് എങ്ങനെയാണ്, ആ ന്യൂസിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നമ്മളുടെ ലെറ്ററിന് ഒരു ഇമ്പാക്ട് കൂടും. സോ അതിനുവേണ്ടി ആൻഡ് ഓൾസോ നമുക്ക് ഒരു ലെറ്റർ എഴുതുന്ന സമയത്ത് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാവില്ല. അപ്പൊ ആ സ്റ്റാർട്ടിംഗ് ട്രബിൾ പരിഹരിക്കാനും വേണ്ടി എന്ത് എഴുതാം? ഐ ആം എ റെഗുലർ റീഡർ ഓഫ് യുവർ ന്യൂസ് പേപ്പർ എന്ന് പറയാം. എന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് എഴുതാം? യെസ്, ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഇൻവൈറ്റ് യുവർ അറ്റൻഷൻ ടു, അല്ലെ, യുവർ അറ്റൻഷൻ ടു. അപ്പൊ ഇന്നൊരു കാര്യത്തിലേക്ക് എന്നിട്ട് നിങ്ങൾ ടോപ്പിക് എന്താണോ അത് എഴുതുക. ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആ ഒരു ലെറ്റർ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിനകത്ത് ആ ഒരു നമ്മുടെ ഇഷ്യൂ എന്താണോ അതിനെ ഒന്ന് എന്ത് ചെയ്യടാ, ഫസ്റ്റ് അഡ്രസ് ചെയ്യുക, അതിലേക്ക് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് 2 പാരഗ്രാഫ് കാണാം. സോ അങ്ങനെ 2 പാരഗ്രാഫ് ആയിട്ടോ അല്ലെങ്കിൽ ഒരൊറ്റ പാരഗ്രാഫിലായിട്ടോ നിങ്ങളുടെ ആ ഇഷ്യൂ എന്താണ് അതിനെ മെയിൻ ആയിട്ട് നിങ്ങൾ അഡ്രസ് ചെയ്യുക. ഈ ഒരു ഇഷ്യൂ എന്താണെന്നുള്ളതിനെ മെയിൻ ആയിട്ട് നിങ്ങൾ അഡ്രസ് ചെയ്യുക. ആൻഡ് അതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും സജഷൻസ്. അപ്പൊ ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ്
സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടാവുമല്ലോ അല്ലെ. അതായത് ഓക്കെ, ഞാൻ ഈ ഒരു ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കൂലേ ഇങ്ങനെയാണ് ഞാൻ ഇതിനെ മാറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയും കൂടെ നിങ്ങളുടെ ന്യൂസ് പേപ്പറിലൂടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇത്രയും ആളുകളിലേക്ക് എത്തിക്കാൻ നന്നായിരിക്കും. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സജഷനും കൂടെ നിങ്ങൾ ആ ഒരു ലെറ്ററിന്റെ എന്ത് ചെയ്യുക, മെയിൻ ബോഡിയിൽ നിങ്ങൾ കൊടുക്കുക. ആൻഡ് ഫൈനലി അത് എൻഡ് ചെയ്യുന്ന സമയത്ത്, ആ ലെറ്റർ എൻഡ് ചെയ്യുന്ന ലാസ്റ്റ് പാരഗ്രാഫിൻ്റെ അകത്ത് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഐ ഹോപ്പ് ദാറ്റ് യു വിൽ ടേക്ക് നെസസറി ആക്ഷൻ, അല്ലെങ്കിൽ ഐ ഹോപ്പ് ദാറ്റ് യു വിൽ പബ്ലിഷ് ദ മാറ്റർ ഇൻ യുവർ ന്യൂസ് പേപ്പർ, അല്ലെ, നിങ്ങൾ നിങ്ങളുടെ ന്യൂസ് പേപ്പറിൽ ഈ ഒരു മാറ്റർ പബ്ലിഷ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ്, യു വുഡ് പബ്ലിഷ് മോർ ആർട്ടിക്കിൾസ് ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ദ ടോപ്പിക്, അല്ലെ, യു വുഡ് പബ്ലിഷ് മോർ ആർട്ടിക്കിൾസ് ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ദിസ് ടോപ്പിക്, അല്ലെ, അങ്ങനെയൊക്കെ പറയാം. അതായത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കുറെ കൂടെ അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കുറെ കൂടെ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എൻഡ് ചെയ്യുക. ആൻഡ് ഫൈനലി ക്ലോഷർ കൊടുക്കുക. സിൻസിയർലി, അല്ലെ, സിൻസിയർലി അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുള്ളി എന്ന് കൊടുത്താൽ മതി കേട്ടോ. സിൻസിയർലി അല്ലെങ്കിൽ ഫെയ്ത്ത്ഫുള്ളി എന്ന് പറഞ്ഞു കൊടുക്കുക. ദെൻ ലാസ്റ്റ് നമ്മുടെ പേരും സ്ഥലവും കൊടുക്കുക. ലെറ്റർ ടു ദ എഡിറ്ററിന്റെ ഉള്ളിൽ നമ്മൾ ആദ്യം പോയി നമ്മുടെ അഡ്രസ്സ് എഴുതേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഈ ദ എഡിറ്റർ, ദ ന്യൂസ് പേപ്പർ, ആ ന്യൂസ് പേപ്പറിന്റെ പേര് അത്രയും കൊടുത്താൽ മതി. ഓക്കെ, സോ ഇവിടെ ഒരു മോഡൽ നോക്കിക്കോടാ. യെസ്, ദ എഡിറ്റർ മലയാള മനോരമ, അല്ലെ, അതിനകത്ത് കണ്ടോ താഴെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. സോ എഡിറ്റർ എന്നുള്ളതും ആ ഒരു ഏതെങ്കിലും ഒരു പേപ്പറിന്റെ പേരും മറക്കരുത്, ഡേറ്റ് മറക്കരുത്. സബ്ജക്ട് കൊടുക്കുക. സബ്ജക്ട് എന്താണ്? റൈസിംഗ് സൈബർ ക്രൈംസ് ഇൻ കേരള. സോ സബ്ജക്ട് കൊടുക്കുക. അതിനുശേഷം സാല്യൂട്ടേഷൻ കൊടുക്കുക. സാല്യൂട്ടേഷൻ കൊടുത്ത ശേഷം കണ്ടോ, ഐ ആം റൈറ്റിംഗ് ടു ബ്രിങ് അറ്റൻഷൻ ടു ദ ഇൻക്രീസിംഗ് സൈബർ ക്രൈംസ് ഇൻ കേരള. സോ ഐ ആം റൈറ്റിംഗ് ടു ബ്രിങ് അറ്റൻഷൻ എന്ന് പറഞ്ഞതിന് ശേഷം ഇതാ ഈ ഒരു സബ്ജക്ട് തന്നെ അവിടെ എഴുതിയാൽ മതി. എന്നിട്ട് അതിനെ കുറിച്ചിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിനുശേഷം കണ്ടോ, ഇപ്പൊ സൈബർ ക്രൈംസ് ആയിട്ടുള്ള ഹാക്കിംഗ്, ഫ്രോഡ്, സൈബർ ബുള്ളിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്ന് പറയാം. എന്നിട്ട് അതെന്തൊക്കെയാണ്, ആ വിഷയങ്ങൾ എന്തൊക്കെയാണ്, അതിനെ കുറിച്ചിട്ടൊന്ന് പറയാം. സൈബർ ക്രൈംസ് ആർ അഫക്റ്റിംഗ് പീപ്പിൾ ഇൻ മെനി വേസിൽ, ഒരുപാട് തരത്തിൽ അഫക്ട് ചെയ്യുന്നുണ്ട്. മെനി ലൂസ് മണി ബിക്കോസ് ഓഫ് ഓൺലൈൻ സ്കാംസ്. ഹാക്കേഴ്സ് സ്റ്റീൽ പേഴ്സണൽ ഇൻഫർമേഷൻ ആൻഡ് മിസ്യൂസ് ഇറ്റ്. ഹാക്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? പേഴ്സണൽ ഇൻഫർമേഷൻ എടുത്തിട്ട് അതിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ഓൾസോ സൈബർ ബുള്ളിങ് ഇസ് മേക്കിംഗ് സ്റ്റുഡൻസ് ഡിപ്രസ്ഡ് ആൻഡ് ആങ്ഷ്യസ്. അല്ലെ, സൈബർ ബുള്ളിങ് എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടികളെ ഡിപ്രസ്ഡും ആങ്ഷ്യസും ആക്കുന്നുണ്ട്. ദ ഫിയർ ഓഫ് ബീങ് അറ്റാക്ഡ് ഓൺലൈൻ ഇസ് ഗ്രോയിങ് അമംഗ് പീപ്പിൾ. അല്ലെ, ആൾക്കാരുടെ ഇടയിൽ എന്താണ്, സൈബർ ആയിട്ട് അറ്റാക്ഡ് ആവുന്നുള്ള ആ ഒരു ഫിയർ കൂടി വരുന്നുണ്ട്. ദിസ് ഇസ് ക്രിയേറ്റിംഗ് ആൻ അൺസേഫ് ഡിജിറ്റൽ വേൾഡ്. അപ്പൊ എന്താണ്, ഇതൊരു അൺസേഫ് ആയിട്ടുള്ള ഡിജിറ്റൽ വേൾഡ് ആണ് ഉണ്ടാക്കുന്നത്. വൺ ഓഫ് ദ മെയിൻ റീസൺസ്. സോ നമ്മൾ അതിന്റെ കാരണം കണ്ടെത്താൻ വേണ്ടി നോക്കുകയാണ്. എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം? ലാക്ക് ഓഫ് അവയർനെസ്. സോ ആദ്യം നമ്മൾ ഇഷ്യൂവിനെ അഡ്രസ് ചെയ്തു, അതിന്റെ കാരണത്തിനെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. പിന്നെ ലാക്ക് ഓഫ് അവയർനെസ്. മെനി പീപ്പിൾ ഡു നോട്ട് നോ ഹൗ ടു പ്രൊട്ടക്ട് ദംസെൽസ് ഓൺലൈൻ. ഒരുപാട് പേർക്ക് അറിഞ്ഞൂടാ ഓൺലൈനിൽ അവരെ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ദേ യൂസ് വീക്ക് പാസ്വേർഡ്സ്, ഷെയർ പേഴ്സണൽ ഇൻഫർമേഷൻ കെയർലെസ്ലി ആൻഡ് ഫാൾ ഫോർ ഫേക്ക് മെസ്സേജസ് ആൻഡ് ലിങ്ക്സ്. അല്ലെ, ഫേക്ക് ആയിട്ടുള്ള മെസ്സേജുകൾക്കും ലിങ്കുകൾക്കൊക്കെ ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ വീണു പോകുന്നുണ്ട്. സ്കൂൾസ് ആൻഡ് കോളേജസ് should educate students about cyber safety, cyber safety and also how to behave in cyberspace. അതൊക്കെ തന്നെ എന്താണ് നമ്മൾ കോളേജുകളിൽ പഠിപ്പിക്കേണ്ട കാര്യമാണ്. The government must take strict actions against cyber criminals. ഇത് സൈബർ ക്രിമിനൽസ് എതിരായിട്ട് ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആക്ഷൻസ് എടുക്കണം. സോ അതൊക്കെ എന്താണ് നമ്മുടെ സജഷൻസ് പോലെ അവിടെ വന്നു കേട്ടോ. ഇനി നോക്കിടാ, വി മസ്റ്റ് സ്പ്രെഡ് അവയർനെസ് ആൻഡ് ടീച്ച് സേഫ് ഓൺലൈൻ പ്രാക്ടീസസ് ടു എവരിവൺ. അല്ലെ, എല്ലാവർക്കും നമ്മൾ സൈബർ സേഫ്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഐ റിക്വസ്റ്റ് യു ടു പബ്ലിഷ് മോർ ആർട്ടിക്കിൾസ് ഓൺ സൈബർ ക്രൈംസ് ആൻഡ് വേസ് ടു സ്റ്റേ സേഫ് ഓൺലൈൻ. കണ്ടോ, ഇനി നമ്മുടെ റിക്വസ്റ്റ് എന്താണ്? യെസ്, നിങ്ങളുടെ ന്യൂസ് പേപ്പറിൽ, അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ ന്യൂസ് പേപ്പർ, അല്ലെങ്കിൽ നമുക്ക് ആ ന്യൂസ് പേപ്പറിനത് പുകഴ്ത്തി വേണമെങ്കിൽ എഴുതാം. അല്ലെ, എന്താണ്, കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഡെയിലിയാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും എന്താ പറയുക റീഡേഴ്സ് ഉള്ള ഡെയിലിയാണ്. സോ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ there will be positive results എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് എഴുതാട്ടോ. അതൊക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ആണ്. നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് എഴുതാൻ കഴിയുന്നവരാണോ അതിനനുസരിച്ചിട്ട് അതിനൊക്കെ പോയിന്റ് നന്നായിട്ട് കൂടും. The point is that it should look like a letter written to an editor. ഒരു എഡിറ്റർക്ക് എഴുതിയ ആ ഒരു സോഷ്യൽ ഇഷ്യൂവിനെ അഡ്രസ് ചെയ്യുന്ന രീതിയിൽ ഒരു കത്താവാൻ വേണ്ടി നോക്കുക കേട്ടോ. This will help people understand the dangers and protect themselves better. And finally കണ്ടോ, സിൻസിയർലി അരുൺ കെ കൊച്ചി, ഇങ്ങനെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. So that's all about a letter to the editor. And എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത് അത്യാവശ്യം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. സിമ്പിൾ ആണ് കേട്ടോ, നമ്മൾ സാധാരണ ഒരു ഫോർമൽ ലെറ്റർ എഴുതുന്ന പോലെ തന്നെ എഴുതേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, മനസ്സിലാവാത്ത വല്ല കാര്യങ്ങൾ ഇതാണെങ്കിൽ കമന്റ് ബിലോ.